സർ പലപ്പോഴും ഈ നമ്മൾ വാർത്തകൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ലൈവൊക്കെ പോകുമ്പോൾ റിപ്പോർട്ടിങ് ലൈവൊക്കെ പോകുമ്പോൾ നാക്കുപിഴകളൊക്കെ സംഭവിക്കും. എല്ലാ റിപ്പോർട്ടേഴ്സിനും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ നാക്കുപിഴകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്നലെ നമുക്കറിയാം BSന്റെ വ്യൂഹവുമായി ബന്ധപ്പെട്ട് ലൈവ് വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും കൊടുത്തിരുന്നു. അതിൽ 24 ന്യൂസിലെ SKN ആണ് ആ ഒരു സമയത്ത് ലൈവിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയ നാക്കുപിഴയുണ്ട്. അത് വലിയ രീതിയിൽ വിമർശനങ്ങളിലേക്കൊക്കെ പോയി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വലിയൊരു പിഴ തന്നെയാണ്, ഒരുപക്ഷെ മാറിപ്പോയി. അതിന് അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഈ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ലേ? അല്ല, ഇതിനകത്ത് ആ ഭാഗം സമൂഹ മാധ്യമങ്ങളിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് 2-3 തവണ പ്ലേ ചെയ്ത് കേൾക്കുകയും എനിക്ക് അതൊരിക്കലും ബോധപൂർവമായിട്ടുള്ളതല്ല. അതിനകത്തൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിലാണെങ്കിൽ അതിനകത്തൊരു കോമ കൊടുത്താൽ നമ്മൾ പോകും. കോമയ്ക്ക് പോലും വലിയ പിന്നെ അതിൻ്റെ അകത്ത് വലിയ ഡെപ്ത് ഉണ്ട് അതിനകത്ത്. അല്ലാതെ വെറുതെ ഒരു ഭംഗിക്ക് കോമ ഇടുകയല്ല. നമുക്കറിയാം ചിലപ്പോൾ അവിടെ ഒരു കോമ മാറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരത്തെ അനുഗമിക്കുന്നുണ്ട് പിണറായി വിജയനും എന്നുള്ള കാര്യം പറയാൻ വന്നതാണ്. ഇത് സംഭവം അങ്ങ് മാറിപ്പോയി. ഇത് ഭാഷയിൽ, ലോകത്തെല്ലാ ഭാഷയിലും, മലയാള ഭാഷയിൽ മാത്രമല്ല, ഏതെല്ലാം ഭാഷയുണ്ടോ ആ ഭാഷയിലൊക്കെ തന്നെ അത് ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒരു പിഴയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് രാവിലെ മുതൽ നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ഭാഷ കൊണ്ടുള്ള ഒരു പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യന് വിശ്രമമില്ലാതെ വരുന്ന അവസരത്തിൽ ഇതിനകത്തൊരു ചെറിയ പിഴവ് ഉണ്ടാകാം. ഈ പത്രങ്ങളിൽ അക്ഷരത്തെറ്റ് വരാറുണ്ട്, വലിയ ഗുരുതരമായ തെറ്റുകൾ വരാറുണ്ട്. പക്ഷെ നമ്മളത് തിരുത്തി വായിക്കും. ഇതിനെ തിരുത്തി വായിക്കാവുന്ന തെറ്റ് എന്നും പറയാറുണ്ട്. ഇത് VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരത്തിന് ജനസാഗരത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഇത് വളരെ ഈ ശ്രീകണ്ഠൻ നായരെ വളരെ ചടുലതമായിട്ട് പറയും. ഇപ്പൊ എനിക്കൊന്ന് മാധ്യമരംഗത്ത് നിൽക്കുന്നതിൽ വളരെ മുതിർന്ന ആളാണ്. അടിമുടിയൊന്നും നരച്ചിട്ടില്ലെന്നേ ഉള്ളൂ. മോർണിംഗ് ഷോ തന്നെ 2-3 മണിക്കൂർ ഒറ്റ നിപ്പ് നിന്നാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ ഒരു പ്രായത്തിൽ പോലും, അദ്ദേഹത്തിന് പ്രായം കൃത്യമായി എനിക്കറിയില്ലെങ്കിലും പ്രായത്തിൽ പോലും ഇത്രയും ചടുലതയോടുകൂടി, ഒരുപക്ഷെ 24 തുടങ്ങിയതിൽ നിന്ന് ഇത്തിരി അദ്ദേഹം ഡൗൺ ആണ് പറയുന്നതിലൊക്കെ, ഒരുപക്ഷെ പ്രായത്തിൻ്റെ ഇതായിരിക്കും. പക്ഷെ എന്നാലും ചടുലതയോടെ 24 മറ്റൊരു അവതാരനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന് ശേഷം പിന്നെ, അല്ലെങ്കിൽ ഇദ്ദേഹം മാറിക്കഴിഞ്ഞാൽ പിന്നെ ആര് എന്നൊരു ചോദ്യത്തിന് 24 എടുത്ത് പറയാൻ തക്ക രീതിയിൽ ഒരുപക്ഷെ സംവാദത്തിൽ അല്ലെങ്കിൽ ഡിബേറ്റിങ്ങിലൊക്കെ ഹാഷ്മി കുറച്ചുകൂടെ ഇതായിരിക്കും. പക്ഷെ മറ്റൊരാളെ ഇദ്ദേഹത്തിന് തുല്യമായിട്ട് അവിടെ നിൽക്കാനില്ല. എന്നാൽ റിപ്പോർട്ടറിലൊക്കെ അങ്ങനെയല്ല. അരുണുണ്ട്, സുജയുണ്ട്, കുറച്ച് അതിലധികം പേരുകളുണ്ട്. പക്ഷെ 24 ശ്രീകണ്ഠൻ നായർ ഒഴിക്കുക, അല്ലെങ്കിൽ SKN കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ബേസ്ഡ് ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു മോർണിംഗ് ഷോയൊക്കെ അത് എക്കാലവും എന്താ പറയുക ശ്രദ്ധിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഈ ശ്രീകണ്ഠൻ നായർ എനിക്ക് വളരെ മുൻപ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാവുന്നതാണ്. ആകാശവാണിയിൽ ശ്രീകണ്ഠൻ നായർ ജോലി ചെയ്യുന്നത്, ഞാനവിടെ ഒരു താൽക്കാലികമായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ശ്രീകണ്ഠനെ പിന്നെ ആർക്കും ഈ താഴെ ഉള്ളവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കത്തില്ല. ശ്രീകണ്ഠനും സമ്മർദ്ദമൊന്നും ഉണ്ടാകാതെ തന്നെ വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്നു. വളരെ നർമ്മം തുളുമ്പുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജോലിയിൽ പോലും. അപ്പോൾ ആകാശവാണിയിൽ പണ്ട്, ഇപ്പോഴും ഉണ്ടത്, കണ്ടതും കേട്ടതും എന്നും പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ ശ്രീകണ്ഠൻ ജോലി ചെയ്യുന്ന കാലത്ത് ശ്രീകണ്ഠനായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ശ്രീകണ്ഠനും പിന്നെ സതീഷ് ചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീകണ്ഠൻ അന്നേരം രാവിലെ വന്ന്, നമ്മുടെ ഇപ്പോൾ ഈ ഏഷ്യാനെറ്റിലുള്ള മുൻഷി പോലൊക്കെയുള്ള ഒന്നാണ് 5 മിനിറ്റുള്ള ആ കറണ്ട് വിഷയം സംബന്ധിച്ചെടുത്തിട്ട് അതിൽ ഹ്യൂമർ കലർത്തി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് അവിടെ റേഡിയോയാണ്, നമ്മുടെ കേൾവിക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കൈകാര്യം ചെയ്യും. വളരെ ചടുലമായിട്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ മന്ത്രിമാർക്ക് എത്ര പേർക്ക് നാക്കുപിഴകൾ വന്നിട്ടുണ്ട്? മിനിസ്റ്റർ ശിവൻകുട്ടിക്ക് എന്തോരം നാക്കുപിഴകൾ വന്നിട്ടുണ്ട്. നാവുപിഴയേ ഉള്ളൂ. അതേ ഉള്ളൂ. അല്ല, ഇപ്പോൾ അതൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ ഈ ഒരു അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പുഷ്പ സമർപ്പിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, റീത്ത് എന്ന് പറയും, പുഷ്പചക്രം അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം അതിനകത്ത് അത് ബഹുമാനപ്പെട്ട
മന്ത്രി വി ശിവൻകുട്ടി നേടി. അങ്ങനെ ഒരു ബഹുമാനപ്പെട്ട എന്നുള്ളത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെതായിരിക്കും, അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ച വ്യക്തികൾ അങ്ങനെ ചെയ്തായിരിക്കും. മാത്രമല്ല, അതാണ് പിണറായി ആലപ്പുഴയിൽ CPM പ്രവർത്തകരുടെ ഒരു ഘോഷയാത്രയുണ്ടായിരുന്നു VSനെ അനുശോചിച്ചുകൊണ്ട്. അതിനകത്ത് തന്നെ അനൗൺസ്മെൻറ്റിനകത്ത് പറഞ്ഞ പിണറായി വിജയൻ്റെ അനുശോചനം ഇതിലൂടെ, അതായത് അദ്ദേഹത്തിന് മുന്നിട്ട് നിർത്തിക്കൊണ്ട് ഉള്ള ഒരു അനുശോചനം. സഹാക്കൾക്ക് അല്ലെങ്കിൽ CPM പ്രവർത്തകർക്ക് അനുശോചനം രേഖപ്പെടുത്താനും പിണറായി വിജയൻ്റെ പേര് വേണം എന്ന് പറയുമ്പോൾ ആ ഒരു പാദപൂജ എന്തുമാത്രം പോകുന്നുള്ളതാണ്. ഒരു അനുശോചനം രേഖപ്പെടുത്താൻ, VSന്റെ ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പിണറായി വിജയൻ്റെ പേര് അതിനകത്ത് വരണം എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഇതിനിടയിലുണ്ട്. VSമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ട്. അതിനിടയിൽ 24-ലെ SKന് പറ്റിപ്പോയ ഒരു ചെറിയ നാവുപിഴ, പക്ഷെ അദ്ദേഹം തിരുത്തി കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉണ്ടായ ഒരു പിഴവ് തന്നെയാണ്, സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോൾ ശിവൻകുട്ടി ഇപ്പം റീത്ത് വെച്ചതിനകത്ത് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി എന്നാണ് അല്ലേ വെച്ചു പറയുന്നത്. അത് എനിക്കൊന്ന് ഈ റീത്ത് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്ന ആള് ശിവൻകുട്ടിയോടുള്ള ബഹുമാനം കാണിച്ചുകൊണ്ട് എഴുതുന്നതാണ്. അപ്പം നമ്മൾ മന്ത്രിക്ക് എഴുതുകയാണ്, അപ്പം നമ്മൾ എഴുതും ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അവറുകൾ. ഈ അവറുകൾ എന്നുള്ള പഴയ രീതിയാണ്, അങ്ങനെ എഴുതാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ റീത്ത് ചെയ്ത ആള് മന്ത്രിക്കല്ലേ ഞാൻ ഇതങ്ങോട്ട് കൊടുക്കുന്നു, മന്ത്രി കൊണ്ട് വെക്കുകയല്ലേ. അപ്പോൾ ബഹുമാനപ്പെട്ട മരിച്ചു കഴിഞ്ഞ ആളിന് ബഹുമാനപ്പെട്ട അതൊന്നും അവിടെ ചേർക്കണ്ട, സ്ത്രീ പോലും ചേർക്കണ്ട. പണ്ടൊരിക്കൽ ഈ കവി അയ്യപ്പനുണ്ട്, നമ്മുടെ മരിച്ചുപോയ അയ്യപ്പൻ്റെ അനുസ്മരണത്തിന് അവിടെ സംഘാടകർ എന്ന് ഈ ഒരു ഫ്ലെക്സ് തയ്യാറാക്കി അവിടെ മാറ്ററൊക്കെ കൊടുത്തു, കവി അയ്യപ്പനെ അനുസ്മരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നെറ്റിൽ നിന്നൊരു ഫോട്ടോയും കൂടെ അയ്യപ്പൻ്റെ എടുത്ത് ഈ ഫ്ലെക്സിൽ വെക്കണമെന്ന് പറഞ്ഞു. ഫ്ലെക്സ് ചെയ്യുന്നവൻ നെറ്റിൽ കയറി അയ്യപ്പനെന്ന് അടിച്ചു, ശബരിമല അയ്യപ്പൻ്റെ പടം കിട്ടി. ഫ്ലെക്സിൽ അയ്യപ്പൻ്റെ പടവും അടിച്ച് വെച്ച് പിന്നെ കവി അയ്യപ്പന് ഓർമ്മ ദിനം എന്നും പറഞ്ഞ് ഫ്ലെക്സ് അടിച്ചു കൊടുത്തു. ഈ നാവുപിഴകളുടെ മറ്റൊരു കാര്യം കൂടെ, അതിനകത്ത് നിരവധി കമന്റുകൾ വന്നത് ഇങ്ങനെയാണ്. ഈ തേരോട്ടമാണ്, ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരങ്ങളാണ്. ഇല്ല, പണ്ട് മറ്റേ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിലുള്ള മത്സരോട്ടം പോലുള്ള മത്സര ഓട്ടങ്ങളാണ്. ഞങ്ങൾ മുന്നേ നിൽക്കണം, അപ്പോൾ ഈ മുന്നേ നിൽക്കണം എന്ന് പറയുമ്പോൾ റിപ്പോർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവതാരകർ ഉൾപ്പെടെയുള്ള വളരെ സ്പീഡിനാണ് ഇവർ ഓരോ കാര്യങ്ങൾ പറയുകയും എടുക്കുകയും ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അത് സമൂഹത്തിലേക്ക്, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ള ഇവരുടെ വാശിയോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എന്താ പറയുന്നത് മത്സര ബുദ്ധിയാണ് പലപ്പോഴും ഈ നാവുപിഴകൾ ഉണ്ടാകുന്നത്. കാരണം പണ്ടൊക്കെ നമുക്ക് സാറിപ്പോൾ ദൂരദർശനിൽ ജോലി ചെയ്തിട്ടുണ്ട്, അവിടുത്തെ വാർത്താ അവതരണമൊക്കെ നമുക്കറിയാലോ, വളരെ സൗമ്യമായിട്ട് മാന്യമായിട്ട് കൃത്യമായിട്ടുള്ള വാർത്തകൾ, ഒരു നാവുപിഴ അധികം ഒന്നും തന്നെ ഉണ്ടാവാതെ, അന്നൊക്കെ റീഡിംഗ് ആയിരുന്നു, ഇന്ന് പ്രോംപ്റ്ററിലാണ്. അപ്പം കൃത്യമായിട്ട് അവർ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അത് ഈ പറഞ്ഞതുപോലെ വലിയ വാദോരാതുള്ള ഇതൊന്നുമല്ല. ഇതിപ്പം VSന്റെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ശവസംസ്കാര ചടങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രാവിലെ മുതൽ ലൈവിലാണ്. ഇവർക്ക് ഞാനെപ്പോഴും ചിന്തിക്കുക, എന്ത് എനർജറ്റിക് ആയിട്ടാണ് ഇവർ നിന്ന് വാർത്തകൾ ഇങ്ങനെ പറയുന്നത്. VSമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനിടയ്ക്ക് ലൈവിലുള്ള പല ആൾക്കാരെ കാണുകയും അവരുമായിട്ട് ഇത് ചെയ്യും. അപ്പോൾ എന്ത് ആക്റ്റീവായിട്ടാണ് ഇവർ നിൽക്കുക. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യനല്ലേ സാർ, ഒന്നും പിഴയൊക്കെ ഉണ്ടാവുമല്ലേ. ഈ പിന്നെ മുമ്പൊരിക്കലേ ജയലളിതയുടെ മരണസമയത്ത്, ജയലളിത മരിച്ചിട്ട് ഇപ്പോൾ 10 വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു. അപ്പം ഈ എല്ലാ ചാനലുകാരും ഈ വിലാപയാത്രയൊക്കെ ലൈവായിട്ട് കൊടുക്കുന്നു, മരണാനം അതിനുള്ള ചടങ്ങുകളെല്ലാം ലൈവായിട്ട് കാണിക്കുന്നു. അപ്പം ഏഷ്യാനെറ്റ്, അപ്പം ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏഷ്യാനെറ്റ് വലുതായിട്ട് എഴുതി കാണിക്കുന്നു ജയലളിതയുടെ ആ ചടങ്ങുമൊക്കെ കാണിച്ചുകൊണ്ട്. ജയലളിതയ്ക്ക് വിട എന്നുള്ളതിന് വട എന്നായിപ്പോയി. ടൈപ്പ് ചെയ്ത് വിട്ടവൻ ആ ചിഹ്നം വിട്ടില്ല വായുടെ മുകളിൽ. അപ്പം എന്താണെന്ന് അറിയുന്നത്, ഇത് എത്രയും പെട്ടെന്ന് എത്തിക്കുക, നമ്മളുടെ ചാനൽ മുമ്പിൽ എത്തിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത കാര്യം ഒന്നും നോക്കത്തില്ല. ജയലളിതയ്ക്ക് വട കൊടുത്തു വിട്ടതാണ് ഏഷ്യാനെറ്റുകാർ, ഒന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ ഈ ഈ ഭാഷ, നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില പിഴകളൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പം അത്തരത്തിലൊരു പിഴവാണ് അവിടെ ശ്രീകണ്ഠനും സംഭവിച്ചത്. അതിനപ്പുറം ഒന്നുമില്ല കാര്യം. പക്ഷെ അത് ഗൗനിക്കേണ്ട ഒരു വിഷയം, ഇത്തരത്തിലുള്ള മത്സരയോട്ടങ്ങൾ എന്തിനാണ് ചാനലുകാർ നടത്തുന്നത്? ഇങ്ങനെ പറഞ്ഞപ്പോൾ ബന്ധപ്പെടുത്തി വായിക്കാൻ പിണറായി വിജയനാണ് അവിടെ കിട്ടിയതെന്നുള്ളത് കൊണ്ട് പിണറായി വിജയനെ ഒന്ന് എടുത്തിട്ട്
കശക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത് കട്ട് ചെയ്ത് സമൂഹ ചെയ്ത് മാധ്യമങ്ങളിൽ. എടുത്തത്. അല്ല, ശ്രീകണ്ഠനെ തോൽപ്പിക്കാനല്ല, പിണറായിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. പിണറായിയെ അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണെന്നുള്ളതാണ്.